തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പൊട്ടിത്തെറിയിലേക്ക്. താനടക്കമുള്ളവരെ DCCയിലെ ഒരു വിഭാഗം തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന് UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന മഹേശ്വരൻ നായർ ആരോപിച്ചു. ഇവരെ പുറത്താക്കണമെന്നും മഹേശ്വരൻ നായർ ആവശ്യപ്പെട്ടു. അതേസമയം മന്ത്രി VS ശിവകുമാറിന്റെയും DCC അധ്യക്ഷൻ കരകുളം കൃഷ്ണപിള്ളയുടെയും ഇടപെടലാണ് തോൽവിക്ക് കാരണമെന്ന ആക്ഷേപവും ശക്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF മൂന്നാമതായതിനു പിന്നാലെയാണ് UDFന്റെ മേയർ സ്ഥാനാർത്ഥിയും മുൻ കൗൺസിലറുമായിരുന്ന K മഹേശ്വരൻ നായർ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. താൻ ഉൾപ്പെടെയുള്ളവരെ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റിയിലെ ഒരു വിഭാഗവും ചേർന്ന് തോൽപ്പിക്കുകയായിരുന്നുവെന്ന് KPCC നിർവാഹക സമിതി അംഗമായ മഹേശ്വരൻ നായർ പീപ്പിൾ TVയോട് പറഞ്ഞു. ഏറ്റവും കൂടുതൽ സംഘടനാ കാര്യങ്ങൾ ചെയ്യുവാൻ ഓടി നടക്കുന്ന ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദേശത്ത് തിരിഞ്ഞു നോക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, നേമം ബ്ലോക്കിലെ മുഴുവൻ UDF സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കുന്നതിന് പരിശ്രമിച്ചു. പ്രത്യേകിച്ച് എൻ്റെ വാർഡിലാണെങ്കിൽ മദ്യമാഫിയ, ഭൂമാഫിയ, മണൽ മാഫിയ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് എന്നെ വളരെ കരുതിക്കുട്ടി തന്നെ പരാജയപ്പെടുത്താൻ ഈ ലോബിയുമായി ചേർന്നുകൊണ്ട് ശ്രമിച്ചു. ഇതുപോലുള്ള കുറേ എണ്ണം ഇതിനകത്തുണ്ട്. അതിന് അടിയന്തരമായി DCC ഓഫീസിൽ നിന്ന് പുറത്താക്കണം. ബാർക്കോഴ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും തിരിച്ചടിക്ക് കാരണമായി. ആരോപണം വന്നപ്പോൾ തന്നെ KM മാണി രാജിവെക്കണമായിരുന്നു. മാണിയെ കോൺഗ്രസ് സംരക്ഷിക്കാൻ പാടില്ലായിരുന്നുവെന്നും മഹേശ്വരൻ നായർ അഭിപ്രായപ്പെട്ടു. KM മാണി സാർ അന്നേ മാറി നിന്നിരുന്നുവെങ്കിൽ കുറെ കൂടെ സീറ്റ് നമുക്ക് കിട്ടും. അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി KPCCക്ക് പരാതി നൽകില്ലെന്നും അല്ലാതെ തന്നെ പാർട്ടി നടപടിയെടുക്കുകയാണ് വേണ്ടതെന്നും മഹേശ്വരൻ നായർ വ്യക്തമാക്കി. അതേസമയം മന്ത്രി VS ശിവകുമാറിന്റെയും DCC അധ്യക്ഷൻ കരകുളം കൃഷ്ണപിള്ളയുടെയും ഇടപെടലുകളാണ് തിരുവനന്തപുരത്തെ തിരിച്ചടിക്ക് കാരണമായതെന്ന ആക്ഷേപം കോൺഗ്രസിനുള്ളിൽ ശക്തമാണ്. ഈ സാഹചര്യത്തിൽ മഹേശ്വരൻ നായർ അടക്കമുള്ളവരുടെ നിലപാടുകൾ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ വൻ പൊട്ടിത്തെറിക്ക് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം.